ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് മണ്ണാർശാല ടെമ്പിളിലാണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കലും ഞങ്ങൾ ഇവിടെ വരാറുള്ളതാണ്. ഈ തവണ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാൻ സാധിച്ചു. ഇതാണ് അവിടുത്തെ ക്ഷേത്രക്കുളം. നമ്മൾ കയറുന്നതിന് മുന്നേ ഒന്ന് കൈയും കാലും ഒക്കെ കഴുകി ഫ്രഷായി. ഇതുവഴിയാണ് എൻട്രൻസ് വരുന്നത്. ഇതാണ് നാഗലിംഗ മരം. ഈ നാഗലിംഗ മരത്തിൻ്റെ ഈ കായ്ക്ക് വളരെ ഔഷധമാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വഴിപാട് റെസിപ്റ്റ് കൗണ്ടറാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നടയിൽ സമർപ്പിക്കാവുന്ന വഴിപാടുകൾ വാങ്ങിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ പ്രധാന നടയിൽ വെക്കുന്ന വഴിപാടാണ് പുറ്റും മുട്ടയും. നമ്മളവിടുന്ന് പുറ്റും മുട്ടയും ചന്ദനത്തിരി എണ്ണയൊക്കെ വാങ്ങിച്ചു. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ പ്രവേശനമുണ്ട് കേട്ടോ. പക്ഷെ അവിടെ കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ളൂ. ഇതുവഴിയാണ് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുന്നത്. ഇവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ നാഗരാജാവിനെയും നാഗേശ്വരനെയും തൊഴുത് അവിടെ നിന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് നമ്മുടെ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഇവിടെ ഏകദേശം 9 ഏക്കർ പ്രദേശത്തായിട്ടാണ് ഈ കാവ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പം അച്ഛനും അമ്മയും ബാക്കി വഴിപാട് വാങ്ങിക്കാനായിട്ട് അവിടെ നിന്നു. അപ്പം അമ്മും ഞാനും പാറും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ വാവേനെ കണ്ട് കുറച്ച് നേരം അവിടെ കളിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും വഴിപാടൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അവരറിയുന്നില്ല വീഡിയോ എടുക്കുന്നതെന്നും. രണ്ടുപേരും കൂടെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെയാണ്. ഇവിടുത്തെ പ്രധാന പൂജകളൊക്കെ ചെയ്യുന്നത് മണ്ണാർശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ്. വല്യമ്മ എന്നാണ് അമ്മയെ അറിയപ്പെടുന്നത്. ഞങ്ങൾ അന്ന് ചെന്ന ദിവസം അമ്മയെ കാണാനായിട്ട് വലിയ തിരക്ക് തന്നെയായിരുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വരുന്നത് നാഗരാജാവും നാഗയക്ഷിയമ്മയാണ്. കൂടാതെ മഹാഗണപതി, ദുർഗ, ഭദ്രകാളി, പരമശിവൻ, ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുണ്ട്. ഇത്ര ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കാവിനുള്ളിൽ 30,000-ലധികം നാഗപ്രതിമകളാണുള്ളത്. നമ്മൾ കാവിലോട്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ 2 സൈഡിലായിട്ടും കുറേ നാഗപ്രതിമകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീധർമ്മശാസ്താ ക്ഷേത്രമാണിത്. കാവിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ഭദ്രകാളി അമ്മ സ്ഥിതി ചെയ്യുന്നത്. അമ്മയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ആമക്കുളം ഉണ്ട്. പണ്ട് ഞങ്ങൾ പോകാൻ നേരം എപ്പോഴും കുറേ ആമകളെ കാണാറുണ്ട്. പക്ഷെ ഇപ്പം വളരെ കുറവാണ്. ഒരു 2-3 ആമേനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ മണ്ണാറശാല എപ്പോൾ പോയാലും നമ്മൾ നോക്കുന്നത് പാമ്പിനെയാണ്. പാമ്പിനെ കാണാൻ പറ്റുമോ കുറേ നോക്കി. ഇപ്രാവശ്യം പോയപ്പോഴും ഞാനും അമ്മവും പാറും കൂടെ കുറേ നോക്കിയായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആമക്കുളമൊക്കെ കണ്ടു നിന്നു. നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം വരുന്ന ആ പോർഷനാണ് ഭദ്രകാളി അമ്മയുടെ. അപ്പോൾ അവിടെ തന്നെയാണ് ഈ ആമക്കുളം ഉള്ളതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ എപ്പോൾ വന്നാലും അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ. അമ്മുവും പാറുവും കൂടെ അവിടെ ആമകളെ എണ്ണുമായിരുന്നു. 2 പേരും കൂടെ എണ്ണിയിട്ട് 3 എണ്ണത്തിനെ കാണാൻ പറ്റുള്ളൂ. ഞാനും നോക്കിയിട്ട് 3 ആമയെ കൂടുതൽ കാണാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും ഇതിൽ കൂടുതൽ ആമകൾ എന്തായാലും ഉണ്ടായിരുന്നെയാ. പ്രകൃതിയായിട്ട് അത്രയും ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ നടത്തി തൊഴുതൊക്കെ ഇറങ്ങി. ഇനി ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അവിടെ അമ്പലത്തിൽ തന്നെ അന്നദാനം ഉണ്ട്. അങ്ങനെ അന്നദാനം കഴിക്കാനായിട്ട് പോവുകയാണ്. അവിടെ നല്ല ക്യൂ ആയിരുന്നു ചെന്നപ്പോഴത്തേക്കിനും. അങ്ങനെ ഞങ്ങൾ അന്നദാനത്തിൻ്റെ കൂപ്പണൊക്കെ എടുത്ത് ക്യൂ ഒക്കെ നിന്ന്
ഞങ്ങൾ എത്താറായപ്പോഴത്തേക്കിനും ഡോറ് ക്ലോസ് ആയിരുന്നു. അവിടെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് അത്രയും പേർക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഡോർ അടച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റി. അങ്ങനെ അവിടുത്തെ അടിപൊളി ചോറും സാമ്പാറും തക്കാളിച്ചോറും അച്ചാറും അതെല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മോരിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മോരും കൂടെ വന്നപ്പം സെറ്റ്. ഒത്തിരി ചോദിച്ചപ്പോൾ ഒത്തിരി തന്നല്ലേ അമ്മ? ഗായ്സ് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് വഴിപാട് വാങ്ങിക്കാൻ വന്നതാണ്. അവിടുത്തെ വഴിപാടാണ് അപ്പവും അരവണ പായസവും. അങ്ങനെ അപ്പവും പായസവും ഒക്കെ അച്ഛൻ വാങ്ങിക്കുകയാണ്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീഡിയോ എടുപ്പ് കണ്ടിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു. പണ്ടൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പം ഭയങ്കര ഹാർഡായിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പാക്കറ്റ് അപ്പം തന്നെ തിന്നു. വീണ്ടും ഒരു 2 പാക്കറ്റ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടായിരുന്നു പോകുന്നത്. വീഡിയോ എടുക്കുന്ന അച്ഛനാണ് കേട്ടോ. ആദ്യമായിട്ടാണ് അച്ഛൻ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ എന്തായാലും അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.